കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല ഉച്ച കഴിഞ്ഞ സമയത്ത് നമുക്കൊരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കൃപയാൽ ദൈവം ഇതുവരെ നമ്മെ നടത്തി പരിപാലിച്ചു. നമ്മുടെ അന്നന്ന് വേണ്ടുന്ന നന്മകളൊക്കെയും നൽകി നമ്മെ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമുക്ക് സാക്ഷി കൂടാരത്തിലേക്ക് സാക്ഷ്യത്തിനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രഹ്ലാദൻ ജി, കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. അതിന്റെ 11ാമത്തെ ദിനമാണ് ഇന്ന് പകൽ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിശക്തമായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ കരങ്ങളിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്തദാസിനെ ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് ചില നിമിഷങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചു. അങ്ങയുടെ അഭിഷിക്തന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, അനേകര് കർത്താവെ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ ജീവിക്കുമ്പോൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ അങ്ങയുടെ അഭിഷിക്തനെ സഹായിച്ചല്ലോ. ഈ ഉപവാസത്തിന്റെ 11ാമത്തെ പകൽക്കാലം ഞങ്ങളോടൊത്ത കർത്താവെ, തനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ, തന്റെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാൻ കർത്താവ് കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ആദരിക്കണമേ കർത്താവെ. അങ്ങയുടെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുമ്പോൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുന്ന അധ്വാനത്തെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്തദാസിനെ ഉപയോഗിക്കണം. തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം, ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അനുഗ്രഹമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്തദാസിന്റെ അവിടെ കരണ്ട് ആമേൻ ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അതിവേഗം ആ കരണ്ട് വരുവാൻ ദൈവം ഇടയാക്കണം. അധികാരമുള്ള യേശുക്രിസ്തുവിൻ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അങ്ങയുടെ അഭിഷിക്തനെ അതിശക്തമായി ഉപയോഗിക്കുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രത്യേക പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ കർത്തദാസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മാത്രമല്ല, നമ്മുടെ നടുവിൽ കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. തുടക്കം തൊട്ട് ഒടുക്കം വരെയും സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന സമയം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് വേർതിരിപ്പാൻ ഏൽപ്പിക്കുന്നു. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്തദാസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിന് തുടർന്നുള്ള സമയങ്ങൾ സാക്ഷിക്കുവാൻ അവസരമുണ്ട്. കർത്താവിന്റെ ദാസിന് അതിനായിട്ട് സമയങ്ങൾ വിനിയോഗിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. താങ്ക് യു ആന്റി. കർത്താവിന്റെ ദാസി ബീന തോമസ്, അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇനിയും വരുന്ന നാളുകൾ എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഞാനൊരു വചനം വായിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 അധ്യായം 1-ാം തിരുവചനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ദൈവദാസി പറഞ്ഞതുപോലെ പ്രഹ്ലാദൻ എന്നാണ്. ഞാന് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് കിഴക്കും അച്ചൻകോവിലിന് പടിഞ്ഞാറുമായിട്ട് ഒരു ഉൾമേഖലയില് 1980-ലായിരുന്നു എൻ്റെ ജനനം. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് അമ്മയുടെ ഗർഭത്തിൽ 5 മാസമായിരിക്കുമ്പോൾ ഞാൻ ഈ വിധത്തിൽ എത്തിച്ചേരുക എന്നുള്ളതായ ദിവ്യ ലക്ഷ്യത്തോടുകൂടി സാമാന്യം തെറ്റില്ലാത്ത നിലയിൽ പുനലൂരിന് കിഴക്ക് തെമ്മലയ്ക്കടുത്ത് ഉറുകുന്നെന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഞങ്ങൾ ആയിരുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം ഞാൻ ഈ നിലയിൽ എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളെ ഒരു കഷ്ടതയുടെ തീച്ചൂളയിലേക്ക് എടുത്തെറിയുകയായി. നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഒരമ്മയ്ക്ക് ഒരപ്പനും 10 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബം ഒരു ദേശത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ പറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം കഷ്ടതയൊക്കെ
ഉള്ളൂ. അങ്ങനെ വളരെ കഷ്ടതയിലൂടെയും ഞെരുക്കത്തിലൂടെയും വേദനയിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും 7 പെണ്ണും 3 ആണുമാണ് ഞങ്ങള് മക്കള്. അപ്പോ തികഞ്ഞ ഈശ്വര ഭക്തിയിൽ ഞങ്ങളെ വളർത്തുവാൻ, പ്രത്യേകിച്ച് എന്നെ വളർത്തുവാൻ അമ്മ മുൻകൈ എടുത്തു. തൽഫലമായിട്ട് ഞങ്ങൾക്കൊരു കുടുംബക്ഷേത്രവും കൂടാതെ സമീപത്ത് മറ്റൊരു ക്ഷേത്രം കമ്മിറ്റിയൊക്കെ തകർന്നു പോയി. അങ്ങനെ ആ ക്ഷേത്രത്തിന്റെ കാര്യാദികളൊക്കെ നോക്കി 19 വയസ്സ് വരെയും ഞാൻ പത്തനാപുരത്തിന്റെ പ്രദേശത്തായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തിരിച്ചറിവായ കാലം മുതലേ എനിക്ക് ദൈവം ആരെന്നറിയണമെന്നും ആ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നും എനിക്കൊരു വല്ലാത്തൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ. അത് ആരാ നൽകിയെന്ന്, അത് സർവശക്തനായ ദൈവം തന്നെയാണ് എൻ്റെ ഉള്ളിൽ നൽകിയെന്നാണ് ഞാൻ പിന്നീട് കർത്താവിനെ അറിഞ്ഞപ്പോൾ വിശ്വസിക്കാനിടയായത്. ആ ദൈവത്തെ അറിയാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും, ഏതെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും, ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടും എനിക്കൊരു സംതൃപ്തിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും സൂര്യ നമസ്കാര സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ഈശ്വര, എൻ്റെ 9 സഹോദരങ്ങൾക്കും ദൈവത്തെ നല്ല ഉയർച്ച കൊടുക്കണം. പക്ഷെ എനിക്ക് ദൈവത്തെ അറിഞ്ഞൊരു ജീവിതം തന്നെ. കാരണം ആരും എൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടരുത്. എനിക്ക് ദൈവത്തെ അറിഞ്ഞൊരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ദൈവത്തെ അറിഞ്ഞൊരു ജീവിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ സമൂഹത്തിലുള്ളതായ സുവിശേഷകര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയും, ട്രാക്റ്റുകൾ തരും. പക്ഷെ അതൊന്നും ഞങ്ങൾ ഉൾക്കൊള്ളത്തില്ല. അന്യമതത്തിലുള്ളതായ കാര്യങ്ങൾ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അമ്മയ്ക്ക് വായിൽ ക്യാൻസർ വരുവാനായിട്ടിടയായി. ക്യാൻസർ മൂർധന്യാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ പാലോടിന് സമീപം മക്കളിൽ 5ാമത്തെ ചേച്ചിയെ വിവാഹം കഴിച്ചയച്ചിരുന്നു. ചേച്ചി ഒത്തിരി കഷ്ടാനുഭവങ്ങളിലൂടെ മരുന്നിനോ മന്ത്രത്തിനോ വിടുവിക്കാൻ കഴിയാതെ വന്നപ്പം തെന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവര് കടന്നു പോവുകയും അവിടെ ഒരു സഭയായിട്ട് ബന്ധപ്പെട്ട് അവരെ അലട്ടിക്കൊണ്ടിരുന്നതായ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുകയും രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്ന അമ്മയെ കടന്നു വന്ന് കണ്ട്, സഹോദരങ്ങളൊന്നും ഇല്ലാത്ത സമയത്താ ചേച്ചി പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയപ്പോഴത്തേന് എല്ലാവരും അവരെ ത്യജിച്ചു. എന്നാൽ സഹോദരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് മരണാസന്ന നിലയിൽ കിടന്നിരുന്നതായ അമ്മയുടെ അടുത്ത് വന്ന് യേശുക്രിസ്തുവിനെ പറ്റി പറയുകയും, മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന മനുഷ്യൻ ഒരു കച്ചിത്തുരും വന്നതുപോലെ അമ്മ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയെത്തും. പ്രിയപ്പെട്ടവരെ, അതിശയം എന്ന് പറയട്ടെ, ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മരണാസന്ന നിലയിൽ കിടന്ന് ക്യാൻസറിന്റെ അണുക്കൾ ഇങ്ങനെ കാർന്നു തിന്നുന്ന കാരണം ഏങ്ങി കരയുന്നത് മാസങ്ങളായിട്ട് കണ്ട് മനസ്സ് തളർന്നു പോയവരാണ് ഞങ്ങൾ. അമ്മയുടെ മരണം ഞങ്ങൾ ആഗ്രഹിച്ചു. അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനായിരുന്നു. പക്ഷെ അമ്മയുടെ ഈ ഭീകരമായ അവസ്ഥ ഇങ്ങനെ കടന്ന് നരയിക്കാതെ മരിച്ചിരുന്നെങ്കിൽ എന്ന് ബാല്യത്തിലേക്ക് കുതിച്ചിരുന്നു. പക്ഷെ ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് അമ്മ ഓടി നടന്ന് തന്റെ പ്രവൃത്തികൾ വ്യാപൃതയാകുന്നതായിട്ടാണ് ഞാൻ കാണാൻ ഇടയായിത്തത്. അതെ, ജീവന്റെ നാഥനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പം മരണത്തിന്റെ രോഗത്തെ കർത്താവ് പുറത്താക്കുവാനായിട്ട് ഇടയായിത്തന്നു. പക്ഷെ അത് കൂടുതൽ നാൾ നീണ്ടു നിന്നില്ല. നിങ്ങളുടെ 10 മക്കളിൽ ഏറ്റവും മൂത്ത ചേച്ചി അടൂരായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഭയങ്കരമായ അന്ധവിശ്വാസിയും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ പെന്തക്കോസ്ത് മാർഗത്തിന് ശക്തമായ എതിർപ്പുമായിരുന്നു. അവർ വന്ന് പറഞ്ഞ്, നിങ്ങൾ ഈ പെന്തക്കോസ്തുകാരിയുടെ കൂടെ പോവുകയാണെങ്കിൽ ബാക്കി 9 മക്കൾ നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിശ്വാസം ത്യജിച്ച് ജീവനായവനെ ത്യജിച്ചപ്പോൾ മരണമായവൻ വീണ്ടും കടന്നുകൂടി അമ്മ ക്യാൻസറിന്റെ മൂർധന്യാവസ്ഥയിൽ കടന്നുപോയി അമ്മ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അമ്മ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേന് 2 ചിറകം നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെ ആയി എൻ്റെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അറിവായ കാലം മുതൽ 19 വയസ്സ് വരെയും ഈ ദൈവങ്ങളെയൊക്കെ വിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഒക്കെ പോയി ദൈവത്തെ അന്വേഷിച്ചിട്ടും എനിക്കൊരു മറുപടി ഈ ദൈവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. കാരണം 115 സങ്കീർത്തനത്തിൽ പറയുന്നു, കാണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. എന്നാൽ ഞാൻ സേവിച്ചു വന്ന ദൈവങ്ങളുമായിട്ട് ഞാനൊരു ഡിമാൻഡ് വെച്ചു. ഇന്നേക്ക് 30 ദിവസത്തിനായി എന്നോട് സംസാരിക്കണം, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ അടുത്തു വന്നു. പറഞ്ഞ ഡേറ്റ് ആയി. ദൈവം എന്നോട് സംസാരിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ സമാധാനമില്ലാതെ നാളുകളായി എൻ്റെ ചേച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലം എന്ന വണ്ണം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. എന്നെ കൊണ്ട് എത്തിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഞങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്നതെന്ന് പറഞ്ഞ പോലെ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വിശ്വാസത്തിൽ വന്ന എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്. അവിടെ വന്ന്, എങ്കിലും എനിക്ക് പെന്തക്കോസ്ത് മാർഗമൊന്നും ഇഷ്ടമല്ല.
ഞാനൊരു തൊഴിൽ പഠിക്കാൻ വേണ്ടി ഒരു പാസ്റ്ററുമായിട്ട് പരിചയപ്പെട്ടപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞ ഒരു തൊഴിലും പഠിപ്പിക്കാം, ഞാൻ പഠിച്ച തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥാപനത്തിലും ആക്കാം. അങ്ങനെ തൊഴിൽ പഠിച്ച് ഒരു ബിസിനസ് ചെയ്യുക, പിന്നെ യേശുവിനെ വേണ്ട എന്ന താല്പര്യത്തോടുകൂടി ഞാനൊരു ചർച്ചില്, പാലോടിന് പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിൽ കടന്നുപോയി. അവിടെ കടന്നുപോയപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം നല്ലവനെന്ന് തിരിച്ചറിയും അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഞാൻ അനവധി നാളുകളിൽ ചർച്ചിൽ കടന്നുപോയപ്പോൾ ഈ സങ്കീർത്തനം കഴിഞ്ഞ് പ്രധാന ദൂതിന് മുമ്പായിട്ട് സാക്ഷ്യമുണ്ടല്ലോ, സാക്ഷ്യങ്ങളുടെ ആളുകൾ അനുഭവ സാക്ഷ്യങ്ങൾ പറയും. അതിൽ ഏറെക്കുറെ സാക്ഷ്യങ്ങൾ മനുഷ്യന്റെ വിശ്വാസം ഒക്കെ നഷ്ടപ്പെടുത്തുന്ന, എന്നാൽ അപൂർവമായ സാക്ഷ്യങ്ങൾ നമ്മളെ കൂടുതലായിട്ട് ഈ സത്യദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അപ്പൊ ഓരോരുത്തർ എഴുന്നേറ്റ് പറയുന്നു, ഞാൻ മാരക രോഗിയായിരുന്നു, അല്ലെ എന്റെ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു, അല്ലെ സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നായിരുന്നു, കൊടുത്തു തീർക്കാനൊക്കാത്ത കടബാധ്യതയാൽ ഭാരപ്പെട്ടതാ, ഈ യേശു ഞങ്ങളെ വിടുവിച്ചു. അപ്പൊ എന്റെ അറിവിലെ യേശു, ക്രിസ്ത്യാനികളുടെ ദൈവം, നല്ലൊരു മനുഷ്യൻ ദുഷ്ടരാൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇവിടെ അനുഭവത്തിലെ യേശു, ജീവിക്കുന്ന യേശു, മരിച്ചിട്ട് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു, ഈ യേശു ക്രിസ്തുവിനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അങ്ങനെ ആയപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനും എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് മരണവും മരണാന്തര ജീവിതമാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം 58 കോടി ജന്മങ്ങൾ, 28 കോടി നരകം, പല്ലി, പാറ്റ, അട്ട, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ജീവികളുമാണ്. അതിനുശേഷം 28 കോടി നരകം. ഈ നരകത്തിലെ പോകുന്നുള്ളതായ ഭയമായിരുന്നു എനിക്ക്. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പം മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളെന്നും ആ ജീവിതത്തിൽ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്ന് ആമേ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന രക്ഷകനും കർത്താവുമായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ ആമേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഒരു പവിത്ര ജീവിതത്തിന് തയ്യാറാകുന്നവനെ മരണത്തിൽ നിന്നും അവൻ ഭയപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും മോചനമുണ്ടെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോ ദൈവദാസന്മാരിലൂടെ മനസ്സിലാക്കി, സ്തോത്രം, സ്നാനത്തിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ മാതൃസഭയിലല്ല മറ്റൊരു സഭയിൽ ഞാൻ കടന്നു പോയപ്പോ അവിടെ രാത്രി കർത്തൃമേശ കൊടുക്കുന്ന സഭയാണ്. എല്ലാവരുടെ അടുക്കൽ വന്നു, എന്റെ അടുക്കൽ വന്നപ്പോ തന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ? അത് സ്നാനപ്പെടാത്തോണ്ട. ഞാൻ രാവിലെ തന്നെ വന്ന് എന്റെ ആത്മീയ പിതാവിനെ നിർബന്ധിച്ചു, എനിക്ക് സ്നാനപ്പെടണം. പ്രകാശ്, അപ്പം എന്റെ പാസ്റ്റർ തമിഴനായതുകൊണ്ട് എന്റെ പേര് വായിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഒരു പുതിയ പേരിട്ട് പ്രകാശ്. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തെ നമ്മൾ പ്രകാശിക്കേണ്ടവരാണല്ലോ. പ്രകാശ് ഇപ്പോഴേ വേണോ? ഞാൻ പറഞ്ഞ, അല്ല, സ്നാനപ്പെടണം. അപ്പൊ എന്റെ ധാരണ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കർത്തൃമേശ എടുക്കാം. രണ്ടാമത് എനിക്ക് എനിക്ക് ഒത്തിരി അസുഖങ്ങളുടെ കൂടായിരുന്നു ഈ ശരീരം. എന്റെ അപ്പന് ഫാമിംഗ് കോർപ്പറേഷനിലെ ജോലി ഉണ്ടായിരുന്നു, സർക്കാർ ഫാമിലി ജോലി ഉണ്ടായിരുന്നു. അപ്പൊ 18 വയസ്സ് വരെ സൗജന്യ ചികിത്സയായിരുന്നു. പക്ഷെ എന്തെല്ലാം ചികിത്സകൾ ചെയ്തിട്ടും എന്റെ ശരീരത്തിൽ ഒത്തിരി അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനൊന്നും പരിഹാരമില്ല. അപ്പൊ എനിക്ക് അസുഖം മാറും, എനിക്ക് കർത്തൃമേശ എടുക്കാന്ന് കരുതി ഞാൻ സ്നാനപ്പെട്ടു. ചുരുക്കി പറഞ്ഞ ഉണങ്ങിയ പാവി കുതിർന്ന പാവി എന്നതുപോലെ തന്നെ സ്നാനപ്പെട്ടിട്ടും എനിക്ക് പരിഹാരമൊന്നും ഉണ്ടായില്ല. അസമാധാനം വർദ്ധിക്കുകയാണ്. വിശ്വാസത്തിലായിരുന്നു എന്റെ സഹോദരിയോട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ദയവ് ചെയ്ത് ഞാനൊന്ന് മരിക്കാൻ പ്രാർത്ഥിക്കുമോ? സ്നാനപ്പെട്ടതിന് ശേഷം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മാനസാന്തരപ്പെട്ട സ്നാനപ്പെടേണ്ടത്. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം മാനസാന്തരപ്പെട്ടു. തുടർന്ന് നിരന്തരമായി ദൈവവചനം കേൾക്കുവാനും തൽഫലമായിട്ട് എന്റെ ജീവിതത്തെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കാനും അതുപോലെ തന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കാനും ഇടയെത്തും. ഞാനൊരു അക്രൈസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു എന്ന് അറിയുമ്പോൾ ആളുകൾ ചോദിക്കും, രക്ഷിക്കപ്പെട്ടോ? സ്നാനപ്പെട്ടോ? അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? ഞാൻ തല കുഴിക്കും. അപ്പൊ എന്റെ ചിന്താഗതി, ഞാൻ കൊള്ളരുതാത്തവനായതുകൊണ്ടാണല്ലോ എനിക്ക് പരിശുദ്ധാത്മാ കിട്ടാത്തെന്ന് ഇവർ ചിന്തിക്കുമല്ലോ എന്നുള്ളൊരു ഭയം. നിരന്തരം 1999 ഏപ്രിൽ മാസം 4-ാം തീയതി വീട് വിട്ടിറങ്ങുന്നു. അതേ മാസം 27-ാം തീയതി രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട അനന്തരം സ്തോത്രം ജൂൺ മാസം 27-ാം തീയതി സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ് കഴിഞ്ഞപ്പം സ്നാനമേറ്റിട്ട് നീണ്ട 5 മാസത്തെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടി. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം വരെ 5 മാസം നിരന്തരമായി കരഞ്ഞു, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടാണ് എനിക്ക് മുമ്പ് ഇറങ്ങിയ അനേകര് പിന്മാറ്റത്തിൽ പോയി. എന്റെ പ്രതികൂലത്തിന്റെ അംശം പോലും വരാത്ത എത്രയോ പേര് പിന്മാറ്റത്തിൽ പോയി. എന്നോടൊപ്പം എനിക്ക് ശേഷം ഇറങ്ങിയവരൊക്കെ പിന്മാറ്റത്തിൽ പോയപ്പോ വില കൊടുത്ത് പരിശുദ്ധാത്മാ എന്ന് വെച്ചാൽ ജീവിതം എറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് കൊണ്ട് ഇന്നും പല മേഖലയിൽ നിന്നും സ്വന്തം സഹോദരങ്ങളാലും വിശ്വാസ സഹോദരങ്ങളാലും നാട്ടുകാരാലും വീട്ടുകാരാലും സുവിശേഷ വിരോധികളാലും
പൗലോസ് നിന്നെ നേരിട്ടതുപോലെ ശാരീരിക ഉപദ്രവം ഏറ്റിട്ടില്ലെങ്കിൽ, ശാരീരിക ഉപദ്രവം ഏറ്റിട്ടുണ്ട് വിശ്വാസ സഹോദരങ്ങളിൽ നിന്ന് ഏറ്റെങ്കിലും നിന്നതല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ നിർത്തിയതാണ്. അങ്ങനെ സ്തോത്രം. ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മനസ്സിലാക്കി. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിന്റെ കടമയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഇടയനല്ലല്ലോ പ്രസവിക്കുന്ന, ആടുകളല്ലേ പ്രസവിക്കേണ്ടതില്ലേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ പാസ്റ്ററോടൊപ്പം തന്നെ ജോലിക്ക് ഇടവേള സമയങ്ങളിൽ, ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഭവന വിസിറ്റിങ്ങിന് കടന്നു. കാരണം ഒത്തിരി വചനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ കടമയാണ് നിത്യ നരകത്തിന്റെ വിറകൊള്ളി ആയിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും, ബൈബിൾ ഇങ്ങനെ കാണുന്ന ഓരോരുത്തരുടെ പ്രാപ്തി പോലെ താലന്ത് കൊടുത്തെന്നാണ്. ഒരുത്തനെ മാറ്റി തന്റെ ദാസന്മാരെ എല്ലാം അരികെ വിളിച്ചു, ഓരോരുത്തരുടെ പ്രാപ്തി പോലെ. മത്തായി 25 അധ്യായത്തില്. അപ്പൊ എന്റെ കണ്ണ് കർത്താവ് തുറന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിന്റെ കടമയാണ് കുടുംബത്തിലും സമൂഹത്തിലുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ദൗത്യത്തിന് വേണ്ടി എന്നെ സമർപ്പിച്ചു. സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാറാതെ വന്നാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞത്, നീ എന്റെ വേലയ്ക്ക് വേണ്ടി, എന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ സമർപ്പിക്കുക. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പം എന്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്ന അനവധി രോഗങ്ങൾ എന്നിൽ നിന്ന് അപ്രത്യക്ഷമാകുവാനായിട്ടിടയായി തീർന്നു. ഒരു മരുന്നും കഴിക്കാതെ തന്നെ എന്നിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയിൽ 6 മാസം എന്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു രക്ഷിക്കപ്പെട്ട്. അതിനുശേഷം 6 മാസം എന്റെ പാസ്റ്ററോടൊപ്പം കർത്താവ് ഒരു ട്രെയിനിങ് തന്നു. അതിനുശേഷം 1 വർഷം തിരുവനന്തപുരം പട്ടണത്തിലേക്ക് കർത്താവിനെ അയച്ചു. ഈ രക്ഷയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പം ഞാൻ സേവിച്ച് നിന്ന ശക്തികള് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ഈ മന്ത്രവാദത്തെ, ആഭിചാരത്തെ, ശുദ്രത്തെയൊക്കെ പേടിക്കുന്ന വിശ്വാസികളും പാസ്റ്റേഴ്സും ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. ഒന്നുമല്ല പ്രിയപ്പെട്ടത്, ഇതൊന്നുമല്ല. ബൈബിൾ എന്താ പറയുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒന്നും നിങ്ങൾക്ക് ഒരു നാൾ ഒരു ദോഷം ചെയ്യുകയില്ല. ഞാനിങ്ങനെ കാണുന്നു. ഞാൻ എന്റെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു എന്റെ മാതൃസഭ എന്ന്. ഞാനിങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലാനും ആ ചർച്ചിന്റെ വാതില്, ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിക്കൽ ഈ ഗോലിയാത്തിനെ പോലെ ഒരു ശക്തി, ഇങ്ങനെ ഭയങ്കര ഒരു ശക്തി എന്നെ ഇതിന് പുറത്തു പോയൊക്കെ. പക്ഷെ ഞാൻ വാതിലടങ്ങി. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു, അലറി വിളിച്ചത് പുറത്ത്. അപ്പൊ ഇത് വാടക കെട്ടിടമായതുകൊണ്ട് കുറെ ക്ഷുദ്രക്കെട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടിരുന്നു. അതിനെ എല്ലാം ദൈവത്തിന്റെ കൃപയാൽ പറിച്ചു മാറ്റാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ജനിച്ച് 6 മാസം പോലും ആയില്ല, കർത്താവ് എന്നിലൂടെ ചെയ്ത കാര്യമാണ്. അതുകൂടാതെ ഞാൻ നാട്ടിൽ, എന്നെ ഇങ്ങനെ ദർശനത്തിൽ കാണിച്ചു. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഞാൻ സേവിച്ചു നിന്നതായ അന്ധകാര ശക്തികൾ, ഈ ഇന്ത്യയിൽ ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്ന ചില സങ്കല്പങ്ങളാണ്. ഇതൊക്കെയും എന്നെ നേർക്ക് നേരെ കണ്ടതേ. ഞാൻ എന്റെ മഹത്വമല്ല പറയുന്നേ. ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നു കഴിഞ്ഞാൽ അവനെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നെ കണ്ടതേ കരണ്ട് അടിച്ച് മാറുന്ന പോലെ, അല്ലെങ്കിൽ ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം വരുന്ന പോലെ ആ അന്ധകാര ശക്തി ഓടിപ്പോകുന്നതായ ഒരു അവസ്ഥകൾ കാണുവാനായിട്ട്. അതുകൊണ്ട് പ്രഹ്ലാദന് യാതൊരു മന്ത്രവാദത്തെയോ ആഭിചാരത്തെയോ ശുദ്രത്തെയോ ഒന്നിനെയും പേടിയില്ല. കാരണം ബൈബിൾ പറയുന്നത്, നിന്റെ തലമുടി നാര് കൊഴിയണമെങ്കിൽ ഞാൻ അറിയാതെ കൊല്ലുക. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കാൻ ഞാൻ ചില അനുഭവങ്ങൾ പറയുക. ഓൺലൈൻ മാധ്യമത്തിലാണ് സാക്ഷ്യം പറയുന്നത്. അപ്പൊ കുറെ പ്രയോജനകരമായ ചില അനുഭവങ്ങൾ അങ്ങ് പറയുന്ന കുറെ കൂടെ നല്ലതെന്ന് തോന്നുന്നു. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കണം. എന്റെ സമൂഹം മുഴുവനും ഒരു 10-15 വയസ്സിന് മുകളിലോട്ട് 40 വയസ്സിനകം മുഴുവനും മദ്യം ഉണ്ടാക്കി കുടിച്ച് കരളും കൂമ്പും എല്ലാം വാടി നശിക്കുമ്പോൾ ഞാൻ ഈ അമ്പലവും പൂജയും കർമ്മവും ദേവീ ദേവൻ എന്നൊക്കെ പറഞ്ഞ് നടന്നതുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ, എന്റെ വീട്ടിലും എന്റെ നാട്ടിലും ഒക്കെ ഒരു മാതൃകാ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ എന്റെ അപ്പന്റെ നാട്ടിന്റെ പേരിട്ടാണ് എന്റെ അപ്പനെ വിളിക്കുന്നത്, ഉറുകുന്ന എന്റെ മകനെ കണ്ടുപിടിക്കാൻ പറയും. ഞാനില്ലേ കുറെ പൂക്കളും അതുപോലെ തന്നെ തുളസി ഇലയും കുറെ ചന്ദനവും ഒക്കെ വാരി സ്വാമിമാരെ പോലാണ് നടക്കുന്നത്. ഒരു ലഹരിയും വേണ്ട, യാതൊരു അശുദ്ധ കൂട്ടുകെട്ടും വേണ്ട. അങ്ങനെയൊക്കെയാ ഞാനിങ്ങനെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കുമ്പോൾ വീട്ടിലെ ഞാൻ കണ്ണിലുണ്ണിയാണ്. എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ലഹരിയൊക്കെ ഉപയോഗിക്കും, അച്ഛൻ ലഹരി ഉപയോഗിക്കും. പക്ഷെ അവരുടെ ഇടയിൽ ഈ പാവപ്രളയത്താൽ ലോകം നിറഞ്ഞപ്പോ ഒരു നോക ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ജീവിച്ചതുപോലെ ഞാന് വ്യത്യസ്തനായിട്ട് ദൈവത്തിന്റെ കരുണയായിരിക്കാം. എനിക്ക് എന്റെ ജീവിതത്തിലെ ദൃഢനിശ്ചയമായിരുന്നു, ഒരിക്കലും ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കത്തില്ല ബാല്യത്തില്. 2, ആരോട് കടം വാങ്ങിക്കത്തില്ല. അത് അന്നും ഇന്നും ഉള്ള ഒരു തീരുമാനം. 1 രൂപ ആരോട് കടം വാങ്ങിക്കത്തില്ല. ഏതാണ്ട് 20 വർഷത്തിലേറെ ഈ ഭരതനൂർ ഞാൻ താമസിച്ച കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരു കടയിലും എനിക്ക് പറ്റുവരവില്ല. അന്നോടന്ന് വേണ്ടതല്ല എന്റെ അപ്പൻ നൽകി എന്നെ പോഷിപ്പിക്കുന്നു. ഹാലാബാർ ഷംദാറാ ഗസി ഹാലലുയ്യ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരിക്കുമ്പോഴത്തേന് എന്റെ സഹോദരങ്ങൾക്കും അപ്പനും ഒക്കെ എന്നോട് അകമഴിഞ്ഞ സ്നേഹം കാരണം എന്നെ വെറുക്കാൻ കഴിയുന്നില്ല.
അപ്പൊ ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം ആകാറായപ്പോഴത്തേന് ഞാൻ എൻ്റെ നാട്ടിൽ ചെല്ലാനായിട്ട് അന്നൊന്നും ഫോണിന്റെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ലെറ്റർ വന്നു. ഞാൻ മറുപടി ഇട്ടു. ഞാൻ വീട്ടിൽ വരും. അപ്പൊ ഞാൻ വിശ്രമിക്കുന്ന എൻ്റെ വീട്ടിൽ റൂം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമാണ് എന്ന് പറഞ്ഞാൽ സർവത്ര ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛന് മറുപടി പറഞ്ഞു, ഞാൻ ഒരു രാത്രി അവിടെ വന്ന് തങ്ങണമെങ്കിൽ ദൈവങ്ങളെല്ലാം പറക്കി മാറ്റണമെന്ന് പറഞ്ഞു. കണ്ടോ, വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കണം. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾ വിശ്വാസത്തെ അടിച്ചിറക്കുന്ന. ഞാൻ പറയുന്നത് ആദ്യം ഇതിനെയൊക്കെ അടിച്ചിറക്കും, എങ്കിലേ ഞാൻ എൻ്റെ വീട്ടിൽ വരും. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ അച്ഛൻ നിറ കണ്ണുകളോടെ ഈ ദൈവങ്ങളെല്ലാം പറക്കി വരും. അപ്പൊ എൻ്റെ സഹോദരങ്ങളൊക്കെ അച്ഛൻ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? എൻ്റെ മോൻ, അച്ഛന്റെ കണ്ണിന് കണ്ണുനീര് വരിക, എൻ്റെ മോൻ ഒരു രാത്രി എന്നോട് കൂടെ തങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അച്ഛനോട് യേശുവിനെ പറ്റി പറഞ്ഞ നീ പോടാ അവിടെ നിന്ന്. പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ എന്നെ, നാട്ടുകാരൊക്കെ ഞാൻ അവിടെ കർമ്മിയായിട്ടൊക്കെ ജീവിച്ചുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു നാണക്കേട്, ഹിന്ദുക്കൾക്ക് വലിയൊരു നാണക്കേടായി, എന്നെ തല്ലുവന്നാൽ. അപ്പൊ അച്ഛൻ മുണ്ടുമൊക്കെ മടക്കി കൊടുത്ത് നേരെ ടൗണിലേക്ക്, ജംഗ്ഷനിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എൻ്റെ മോൻ പോയതിൽ എനിക്കില്ലാത്തതെന്നോ ആർക്കടാ എന്ന് പറഞ്ഞ് അവരെ എല്ലാം ശാസിച്ചമർച്ച ചെയ്ത് പ്രിയപ്പെട്ടവർ. എന്നിട്ട് ഞാൻ തിരികെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലേക്ക് 1 വർഷത്തേന് ഒരു ട്രെയിനിങ് കർത്താവ് എനിക്ക് തരിക. 1999 വിശ്വാസത്തിൽ വരുന്ന 2000 വരുന്നതിന് മുമ്പേ വഴയില ആ വലിയ ചർച്ചക്കോട് സഭയുള്ള ബന്ധത്തിൽ ഒരു മാസയോഗത്തിന് പങ്കെടുക്കുവാൻ എനിക്ക് അവസരം കിട്ടി. എൻ്റെ ആത്മീയ പിതാവ് എവിടെ പോയാലും എനിക്ക് സാക്ഷ്യത്തിന് അവസരം വാങ്ങിച്ചു തരും. ആളുകളുടെ കാല് പിടിച്ചായാലും ഇദ്ദേഹം ഒരു ഹിന്ദുവിൽ നിന്ന് വന്നാണ്, ഇദ്ദേഹം ഒരു പൂജാരിയായിരുന്നു, അതുകൊണ്ട് ഒന്ന് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കണം. അപ്പൊ എനിക്ക് ദൈവം തമ്പുരാൻ ആദ്യം തന്ന താലന്ത് പാട്ടുകൾ എഴുതി പാടുക എന്നുള്ളതാണ്. എനിക്ക് കർത്താവ് തന്ന താലന്ത്. സ്തോത്രം. എൻ്റെ ദൈവം എത്രയോ നല്ലവൻ, എൻ്റെ ദൈവം എത്രയോ വലിയവൻ, എൻ്റെ ദൈവത്തെ പോലാരുമില്ല, മുമ്പില്ല ഇപ്പഴില്ല ഇനിമേലുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എത്രയാനന്ദം, പാപഭാരത്താൽ വലഞ്ഞ എന്നെ രക്ഷിപ്പാൻ എന്റെ സാദൃശ്യത്തിൽ അവൻ ഭൂമിയിൽ വന്നു. ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന കാര്യങ്ങൾ പൂർണ്ണമായവൻ എനിക്ക് മാതൃക കാട്ടി. ഇങ്ങനെ തുടങ്ങി ഒത്തിരി ഗാനങ്ങൾ എഴുതാൻ കർത്താവ് ഭാഗ്യം. അപ്പൊ അവിടെ ഒരു പാട്ടിന്റെ ചില വരികൾ പാടാനും സ്തോത്രം സാക്ഷ്യം പറയാനും അവസരം. അപ്പോ യെശയ്യാവ് 60-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ളതായ ഒരു പാട്ടാണ് ഞാൻ അവിടെ പാടുവാനായിട്ട് ഇടയായി തീർന്നത്. അന്ധകാരം ഭൂവിൽ വ്യാപരിക്കും, കൂരിൽ ജാതിയെ മൂടിടും, തന്ദാസരിൽ എന്നും വൻകൃപ ചെയ്യുമെന്ന് അരുളിയ സർവശക്ത എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടി സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യത്തിനിടയ്ക്ക് ഒരു ദൈവദാസി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, കുഞ്ഞെ, നീ പോകുന്ന സ്ഥാപനത്തിൽ ഒരു മനുഷ്യന് 7 തട്ട് ഉയർച്ച ഉള്ളതുപോലെ ഉയർച്ച നിനക്ക് കിട്ടും, പക്ഷെ നീ കൂട്ടുകെട്ടരുത്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് കൂട്ടുകെട്ടരുതെന്ന് പറഞ്ഞാൽ ജാതികളുമായിട്ട് കൂട്ടുകെട്ടരുതെന്നായിരിക്കാം. പക്ഷെ ബൈബിളിലെ 1 കൊരിന്ത്യർ 5-ാം അധ്യായവും 9-ാം വാക്യം ഓർമ്മ ശരിയെങ്കിൽ ആമി അവിടെ ഇങ്ങനെ പറയുന്നു, ആമി സഹോദരൻ എന്ന പേര് പറയപ്പെട്ടവൻ സ്തോത്രം ദുർനടപ്പുകാരനോ പിടിച്ചുപറിക്കാരനോ ദൂഷകനോ അഹങ്കാരിയോ മദ്യപാനിയോ ഈ വിധത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ അവനുമായിട്ട് കൂട്ടുകെട്ടരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയ സ്ഥാപനത്തില് ഈ മദ്യപാനം ഒഴിച്ച് ബാക്കി എല്ലാ സ്വഭാവ വൈകല്യം ഉള്ളവരും ഉണ്ടായിരുന്നു. ഇപ്പം ജനിച്ച് 1 വർഷമല്ല ആയുള്ളൂ. ബൈബിൾ പറയുന്നത് നിങ്ങൾ അവരുടെ പക്ഷമല്ല, അവർ നിങ്ങളുടെ പക്ഷം ചേരണമെന്നാണ്. ഞാൻ അവരുടെ പക്ഷമായി കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ പിതാവും ആത്മീയ ഗുരു ഒക്കെ തന്ന അടിത്തറയിൽ നിന്ന് ഞാൻ തെറ്റിപ്പോയി. അപ്പോ അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി പുറമോട്ട് ഞാൻ പോയി. സ്തോത്രം സദൃശവാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, കോപശീലനോട് കൂട്ടുകെട്ടരുത്, ക്രോധമുള്ള മനുഷ്യനോട് നടക്കുകയും വരുത്, നീ അവന്റെ വഴികളെ പഠിക്കാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടാനും ഇടയാണ്. അങ്ങനെ കോപവും ക്രോധവും ഈർഷ്യയും വെറുപ്പും ഒക്കെ ഉള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊക്കെ എൻ്റെ രക്തത്തിലേക്കും കലർന്നു. അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്ന പുതിയ ശിക്ഷന് വരുത്. തമ്പുരാൻ ഒരു അടിയിട്ട് തന്നിട്ട് തെറിച്ചു പോയി വീണത് റാന്നി പേത്ത് ബൈബിൾ കോളേജിലാണ്. അപ്പൊ ഒന്നേന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ 1 വർഷം ഞാൻ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോ ആ 10-80ഓളം ഭാഷ വാരി ഒഴിച്ച് ബാക്കിയെല്ലാം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്രാഹ്മൺസ് വരെയുള്ള തിരുവനന്തപുരം മുട്ടട, അവിടെ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോ അവിടുത്തെ പാസ അസിസ്റ്റന്റ് ശുശ്രൂഷകനായനാ. അപ്പൊ പറഞ്ഞു നീ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരു അടിയിട്ട് തന്നിട്ട് ഞാൻ റാന്നി പെയ്ത്തിൽ പോയി വീണു. അപ്പൊ എനിക്ക് എന്നെ ഈ ഒറ്റിക്കൊടുത്തവരോടും എന്നെ അടിച്ചവരോടും ഒക്കെ വല്ലാത്ത പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിതം ശൂന്യമായി. ഞാൻ പറഞ്ഞല്ലോ, ബാല്യത്തിലുള്ളതായ എൻ്റെ തീരുമാനം ഒരു കാരണവശാലും ഞാൻ ആരോടും കടം വാങ്ങിക്കില്ല. അപ്പൊ ഈ ബൈബിൾ കോളേജിന്റെ നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എല്ലാവരും ക്ലീൻ ഷേവ് ചെയ്തിരിക്കണം. പ്രത്യേക സഹോദരന്മാരെല്ലാം ക്ലീൻ ഷേവ് ചെയ്തിരിക്കണം. അപ്പോ എനിക്കാണെങ്കിൽ എന്റെ ജീവിതം ബൈബിള് എന്നെ കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ദൈവം എന്നെ ശൂന്യതയിലേക്ക് വരുത്തിയല്ലോ. ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കാൻ ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന്. അങ്ങനെയാണ് ഞാൻ കർത്താവിന് പിടികൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലേഡ് പോലും വാങ്ങിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പിള്ളേർ 19 കൂടെ പഠിക്കുന്ന സഹോദരങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ബ്ലേഡ് വാങ്ങിക്കുന്നവരുണ്ട്, സോപ്പ് വാങ്ങിക്കുന്നവരല്ല. പക്ഷെ എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമാണ്, കടമായി. ഒരു ബ്ലേഡ് വാങ്ങിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെ എൻ്റെ കൈ കിടന്ന ഒരു വാച്ചുമായിട്ട് ഞാൻ റാന്നി പട്ടണം മുഴുവനും കറങ്ങി. സഹോദരന്മാരുടെ അടുത്ത് ചോദിച്ചാൽ ആർക്കെങ്കിലും പണയം വെക്കാനായിട്ട് പിന്നീട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ റാന്നി പട്ടണം കടകളെല്ലാം കയറി കിടന്നു. ഇന്ന് മൊബൈൽ ഫോൺ പോലെ അന്ന് വാച്ചും സുലഭമാണ്, ആർക്കും വേണ്ട. കാരണം എല്ലാ വഴി അടയുമ്പോഴാണ് നമ്മൾ കർത്താവിലേക്ക് നോക്കും. അപ്പൊ ഞാൻ ആദ്യം ഹന്നെ പോലെ നിരാശപ്പെട്ട് കരയാൻ തുടങ്ങി കേട്ടോ. നിരാശപ്പെട്ട് കരഞ്ഞ ഒരു പ്രതിഫലമില്ല. ഹന്ന നിരാശപ്പെട്ട് കരഞ്ഞിട്ട് വല്ല ഉപയോഗമുണ്ടോ? ഇല്ല. അവള് ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് ദൈവം അവൾക്ക് വേണ്ടി വഴി തുറന്നത്. ഇങ്ങനെ നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 വചനം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ നമ്മളിങ്ങനെ ഈ തൈര് കടയുന്ന പോലെ കലക്കിക്കൊണ്ടിരിക്കുന്ന ആരാ? അപ്പൊ പിശാചല്ലേ. കലങ്ങിപ്പോകരുതെന്ന് ബൈബിൾ പറയുമ്പോൾ കലക്കുകയാണെങ്കിൽ ബൈബിളിന് വിരുദ്ധമാണ്, വചന വിരുദ്ധമാണ്. 2 ഒന്നിനാലും വിചാരപ്പെടരുത്. അപ്പൊ വിചാരപ്പെടുന്നത് ആരുടെ താല്പര്യമാണ്? പൈശാചിക താല്പര്യമാണ്. ഈ ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വന്നത് ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ നിരാശകളെ സാത്താന്റെ മേലിട്ട് കൊടുക്കും. എന്നിട്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ റാന്നി പെയ്ത്ത് ബൈബിൾ കോളേജിന്റെ സ്തോത്രം ടെറസിന്റെ മുകളിൽ കയറി രാത്രി 11-12 മണി സമയത്തൊക്കെ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ മുട്ടേ നിൽക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അനേകർക്ക് ഇത് വിടുതലായി തീരട്ടെ. നീ യാഗമായി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിലും 2 ഭേദഭാഗമാണ് കേട്ടോ. ഒന്ന്, നമുക്ക് മറ്റുള്ളവരോട് വേദന ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളോട് വേദന ഉണ്ടെങ്കിലും നമ്മൾ മുൻകൈ എടുക്കണം. നമ്മൾ പോയി നിരപ്പുറമായി. കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ നിനക്ക് മുമ്പിൽ വാതിൽ തുറക്കണമെങ്കിൽ നീ എല്ലാവരോടും നിർമ്മല മനസാക്ഷിയോടുകൂടിയാണ്. ആരോടും കയ്പോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഈ ക്രിസ്തീയ മാർഗത്തിൽ പാടില്ല. എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട് നമ്മുടെ ആത്മീയ സമൂഹത്തിൽ. നമ്മുടെ അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ നിയമ വിശ്വാസിയാണ്. പഴയ നിയമം പുതിയ നിയമം ഡിവൈഡ് ചെയ്യണ്ട. പുതിയ നിയമം പെന്തക്കോസുകാരെക്കാൾ എന്ത് മാതൃകയാണ് അബ്രഹാം. ഈ ലോകത്തിൽ എന്ത് നട്ടവും സഹോദരി സ്നേഹം നഷ്ടമാകാതിരിപ്പാൻ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, സഹോദരൻ നിനക്ക് ഇഷ്ടമല്ല എടുത്തു, എന്റെ പ്രത്യാശ നിത്യതയാ. എന്ന നിസ്സാര ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സഹോദരങ്ങളോട് കൈപ്പായിരിക്കുന്ന സഹോദരന്മാരും വിശ്വാസികളും പാസ്റ്റേഴ്സും ഉണ്ട്. നിത്യതയുടെ പടിവാതിൽ പോലും കാണത്തില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ എന്നെ അടിച്ചവരോട്, എന്നെ ഉപദ്രവിച്ചവരോട്, എന്നെ ഒറ്റിക്കൊടുത്തവരോട് എല്ലാം ക്ഷമിക്കാനും 90% തെറ്റ് അവരുടെ പക്കല, പക്ഷെ 10% എന്റെ പക്കലുള്ള തെറ്റുകൾ ഞാൻ അവരോടെല്ലാം നിരപ്പ് പ്രാപിക്കാൻ തീരുമാനമുണ്ട്. ബൈബിൾ പറയുന്നു, എന്താണ് പറയുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. അന്ന് എന്റെ ജീവിതത്തിന്റെ പുതിയ അധ്യായം ദൈവം തുടങ്ങി. ഒരു ബ്ലേഡിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പം പിറ്റേന്ന് മുതൽ ആ ബൈബിൾ കോളേജിന്റെ കീഴിൽ ഒരുപാട് സഭകളുണ്ട്. ഓരോ ചർച്ചിലും സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും. അന്ന് വരെ അടഞ്ഞ വാതിൽ ദൈവം അന്ന് തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാലോ, വടക്കോട്ടൊക്കെ ആണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി വാരി വിതറുന്ന, അതാണ് ഈ നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ കൂടുതലും ഭൗതികമായി വരണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഈ പിശുക്ക് കാണിക്കുന്നവരാണ് ഈ മേഖലകളിലൊന്നും. ഞാൻ കണ്ടും കേട്ടുമൊക്കെ ഉള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ശൂന്യതയിൽ നിന്ന് വിശ്വാസത്തിൽ വന്നുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പെന്തക്കോസ്തുകാർ 10% കൊടുക്കുമ്പോൾ ഞാൻ 20% കൊടുക്കുമെന്ന്. ഇന്ന് 20% 30, 40, 50%-ത്തിലേറെ ദൈവവേലയ്ക്ക് വേണ്ടി വിതയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരുന്നു. ഇത്രയും വിതച്ചിട്ട് 1 ഏക്കർ കൊയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. നമ്മൾ വിതയ്ക്കുന്നതനുസരിച്ച് ദൈവനാമത്തിൽ നമുക്ക് കൊയ്യാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് 2 ചർച്ചകളുണ്ട്. ഒന്ന് നിലമേൽ, അവിടെ 7:30 മുതൽ 9 മണി വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ രാവിലെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാണ് പോകുന്നത്. ഇവിടെ വന്ന് 10:30 മണി മുതൽ ഞാൻ താമസിക്കുന്നത്. ഇത് എന്റെ വീടാണ്. ഇപ്പൊ താമസിക്കുന്ന കുറച്ച് അപ്പുറത്തോട്ട് മാറി, ഒരു 3 കിലോമീറ്റർ മാറിയാണ്. അവിടെ 10:30 മണി മുതൽ 1 മണി വരെ. ഈ 2 ചർച്ചിലെയും കൂടെ വരുമാനം എടുത്താൽ എനിക്ക് ഒരു മാസത്തിൽ വേണ്ട, എല്ലാം നിർദ്ധനരാ, ഒരു മാസത്തിൽ വേണ്ട 20% പോലും എനിക്ക് കിട്ടത്തില്ല. പക്ഷെ ബാക്കി എല്ലാം നടത്തുന്ന എന്റെ ദൈവമാണ്. കാറ് ലോണാണ്, ബൈക്ക് ലോണാണ്, ചർച്ചിന് വാടക, കറണ്ട് ബില്ല് അടയ്ക്കണം. ദൂരത്തുനിന്ന് വരുന്ന മക്കളെ പട്ടിണിക്ക് ഇവിടെ ഒക്കത്തില്ല. അവർക്ക് വേണ്ടി അരി തീരുമ്പോൾ ഓരോ ചാക്ക് അരി എടുക്കണം. പിന്നെ മോൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, അവന് മാസം 55,000 രൂപ വെച്ച് വേണം. പിന്നെ കൊച്ചു പഠിക്കുന്നു, അവരുടെ ട്യൂഷൻ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ പരീക്ഷ എഴുതാനൊക്കാതെ ഞാൻ ഇറങ്ങേണ്ടതായിട്ട് വന്നു. സർട്ടിഫിക്കറ്റ് ഇല്ല. ഒരു സഭയ്ക്കും ഒരു സംഘടനയ്ക്കും എന്നെ വേണ്ട. ഞാൻ ആകെ നിരാശപ്പെട്ടൊരു ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ്
ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ആലയത്തിൽ വിശ്രമിക്കുക. എന്റെ ചെവിയിൽ കർത്താവ് കേൾപ്പിച്ച ദൈവവചനമാണ്, കർത്താവ് നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിന്റെ മേലിട്ടുകൊള്ളു. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എന്തോ താങ്ങാനാവാത്ത പരീക്ഷകൾ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് വരെ കർത്താവിനെ അറിഞ്ഞിട്ട് 5 കൂട്ടം ചിലപ്പം കണ്ടെന്ന് വരത്തില്ല, ഇന്ന് വരെ പട്ടിണി കിടക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നിട്ടില്ല. ഞാന് എന്റെ കുടുംബം ആകായപ്പോഴത്തേന് എന്നെ ശുശ്രൂഷകരാണ് കൂടുതൽ ഭയപ്പെടുത്തിയത്. ഇന്നലെ വരെ ഒറ്റത്തടിയായിരുന്നു, ഇനി കുടുംബം ആയാൽ എന്ത് ചെയ്യും? കുടുംബം ആകുന്നതിന് മുമ്പ് എന്റെ വൈഫിന് ഒരു ന്യൂ ഇയറിന് ഒരു വചനം കിട്ടി, ഇതേ വചനം തന്നെ കിട്ടി, കർത്താവ് നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ഇട്ടുകൊള്ളു. ഈ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബൈബിൾ കോളേജിലായിരിക്കുമ്പോഴത്തേനാണ് ഒരു ദിവസം രാത്രിയില് മോശ കേട്ടതുപോലെ ഞാൻ ദൈവശബ്ദം, ആ ദൈവശബ്ദം ജനം കേട്ടപ്പോഴാണ്, അതാണ് ഈ സീനായിലെ ദൈവശബ്ദം കേൾക്കാം, മോശേ മോശേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം സംസാരിക്കണം. അപ്പൊ അത്ര ഭീകരമാണ് യഹോവയാം ദൈവത്തിന്റെ ശബ്ദം. ഞാനിങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 3 തട്ട് കട്ടിലാണ്, അപ്പൊ ഞാൻ 2-ാം തട്ടിലാണ് കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ വടക്കേന്ത്യയെ ക്രൂശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദൈവമക്കളെ, ദൈവാസന്മാരെ ക്രൂരമായിട്ട് ക്രൂശിക്കുന്നതിന് ഭീകരമായിട്ടല്ലേ അവരെ കൊല ചെയ്യുന്നു. ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നതിന്റെ തലേന്ന് ഞാൻ കേട്ട ദൈവശബ്ദമാണ്. അപ്പൊ ഈ ദൈവമക്കളെ, ദൈവദാസന്മാരെ ക്രൂരമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന ഇതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്. വടി എടുത്തിട്ടേ ഉള്ള അടി ശരിക്ക് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെയാണ് പിറ്റേന്ന് അതേപോലെ തന്നെ സംഭവിക്കാനിടയെത്തുന്നു. ഭീകരമായ ഭൂകമ്പത്തിലൂടെ എത്രയോ ആയിരങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയെത്തുന്നു. ഒരു അനുഭവം ഞാൻ പറഞ്ഞു. തുടർന്ന് എനിക്ക് ഒരിക്കലും ഈ പാസ്റ്റർ, അതായത് സഭാ ശുശ്രൂഷ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൈ നീട്ടി ആളുകളിൽ സ്വോത്രകാഴ്ച വാങ്ങിച്ച് ജീവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു ബിസിനസ് ചെയ്യുക, പണം ഉണ്ടാക്കുക, ആത്മാക്കളെ നേടണം, ഏതെങ്കിലും ദൈവകൃപയുള്ള സഭകളിൽ ഏൽപ്പിക്കണം, എന്നിട്ട് ഒരു ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി പാവപ്പെട്ട കർത്താവിന്റെ സഭയെ സഹായിക്കണം. കർത്താവ് പാവപ്പെട്ടവനാണെന്നായിരുന്നു എന്റെ ചിന്താഗതി. അപ്പൊ വീണ്ടും കർത്താവിന്റെ എന്നറിയാം, എന്റെ വഴികളെല്ലാം അടച്ചിട്ട് പാങ്ങോട് പഞ്ചായത്തിൽ ഭരതന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു. ഒരു ദർശനം 4 പ്രാവശ്യം കാണിച്ചു. എല്ലാവരും നടന്നു പോകുന്ന വഴിക്ക് ഒരു നെല്ല് നിൽക്കുന്ന, ആരും കായ പറിക്കുന്നില്ല. നീ ഈ കായ പറിക്കാതെ ഞാൻ നിന്നെ പുറത്തിറക്കത്തില്ലെന്നോ. അങ്ങനെ എന്റെ പൊതു ശുശ്രൂഷകളെല്ലാം അടച്ചു. അങ്ങനെ കർത്താവ് ഭരതന്നൂർ എന്നെ കൊണ്ടുവന്നു. ദൈവവേല തുടങ്ങി. ഇങ്ങനെ ഒരു ദൈവദാസ മുഖാന്തരം എന്റെ വൈഫിന്റെ വീട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇവര് കൊണ്ടായ തിക്താനുഭവം കൊണ്ട്, ഒരു സഭയിൽ നിന്നുണ്ടായ തിക്താനുഭവം കൊണ്ട് ഇവര് വർഷങ്ങളായിട്ട് പള്ളിയിൽ പോകാതിരിക്കുന്ന ഒരു പെന്തക്കോസ്ത് കുടുംബം. അപ്പൊ ഈ വീട്ടിൽ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് അവസരം തരുമോന്ന് ചോദിച്ചു. അമ്മ എതിർന്നു. അപ്പം പറഞ്ഞു ഓക്കെ. കാരണം ഈ വീട്ടിലെ 5 പെൺമക്കളില് ലാസ്റ്റ് പെണ്ണിന്റെ വിവാഹം നിശ്ചയമൊക്കെ കഴിഞ്ഞു. വിറകൊക്കെ കീറിക്കൊണ്ടിരിക്കാൻ ഞാൻ വരുമ്പോൾ. അപ്പൊ ഇനിയിപ്പോ ഒരു കാഞ്ചി പെണ്ണിനെ കല്യാണം കഴിച്ച് ചെറുക്കൻ പെണ്ണിനെ കൊണ്ട് അങ്ങ് പോകും. പിന്നെ കിളവനും ഞങ്ങൾ മാത്രമല്ല ഉള്ളൂ. ശരി, പാസ്റ്റർമാര് ഞായറാഴ്ച ഇവിടെ ആരാധന നടത്തിക്കോളാം. ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ആരാധന തുടങ്ങി. ഞാനിങ്ങനെ ഒരു ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ കർത്താവേ, അപ്പൊ ഈ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനത്തിന് എന്റെ ആത്മീയ പിതാവ് വന്ന് ഇവിടെ നോക്കിയപ്പോഴത്തേന്നെ ഈ വീട്ടിലെ ഇളയ പെണ്ണിനെ അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനുമായിട്ട് വിവാഹം നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ആ പെണ്ണിന്റെ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അവർ നമുക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം തന്നത്. അപ്പൊ ഈ പെണ്ണിന് ഇവര് വിശ്വാസികളുമായിട്ട് വിവാഹം നടത്താൻ നോക്കിയിട്ട് ഇവര് ഈ വീടിന്റെ റോഡിനോട് ചേർന്ന് 10 സെന്റ് സ്ഥലവും വീടും കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ പിന്നെ സ്വർണം വേണ്ട, പക്ഷെ ലക്ഷങ്ങൾ വേണം. അങ്ങനെ വിവാഹം നടക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോഴാണ് ഒരു ഹിന്ദുവായിട്ടുള്ള വിവാഹം എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവദാസന് താല്പര്യമായിട്ട് ഇത് നടക്കുകയാണ്. അങ്ങനെ ഞാനൊരു ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ആ വിവാഹം നടക്കത്തില്ല. ഇവിടെ വന്നപ്പോഴത്തേന് ആ വിവാഹം അത് അവർ തമ്മിൽ ഭിന്നിച്ചു പോയെന്ന് പറഞ്ഞു. പിന്നെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് നല്ലൊരു ജീവിതം ഈ പെൺകുട്ടിക്ക് കൊടുക്കണം. എന്റെ ചർച്ച് മെമ്പർ ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിന്ദുവായ എന്റെ അച്ഛനെ, ഒരിക്കലും ജാതി മതവും മാറി വിവാഹം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കാത്ത എന്റെ അച്ഛനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നു. അച്ഛൻ ഒരു ആലോചനയായിട്ടാണ് വന്നൊരു ഹിന്ദു പെണ്ണിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ നടക്കത്തില്ല. അപ്പൊ പറഞ്ഞു, എടാ നീ പെന്തക്കോസ്തിലാണെന്നൊക്കെ ആ വീട്ടുകാർക്കൊക്കെ അറിയാം, പത്തനാപുരത്തുള്ളവർക്ക് അറിയാം. പക്ഷെ നീ കല്യാണം കഴിയുമ്പോൾ പെണ്ണ് ഇതെല്ലാം മാറ്റിക്കോളൂ എന്നാണ് അവരുടെ ധാരണ. കണ്ടോ, പെണ്ണ് വിചാരിച്ചാൽ നമ്മുടെ വിശ്വാസം പോകുന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ നീ കുഴിമാടത്തിൽ വന്ന് പെണ്ണ് കെട്ടിയെന്ന് പറയണം. എന്തായാലും അച്ഛൻ പോകുന്നതിന് മുമ്പേ ഇവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, അച്ഛൻ നാട്ടിൽ നിന്ന് വന്നല്ലേ ഒന്ന് കാണണം. അച്ഛനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അതൊരു നിമിത്തമായിരുന്നു. ഇവിടെ വന്നപ്പോൾ 3 യൗവനക്കാരികൾ നിൽക്കുന്നുണ്ട്. അച്ഛനെ ജോലി റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ബ്രോക്കർ പണിയായിരുന്നു. ഇപ്പം എന്റെ ഭാര്യയായിരിക്കുന്ന ഈ പെങ്കൊച്ചിനെ അച്ഛൻ ഇഷ്ടപ്പെട്ടു. ഞാനും എന്റെ ഭാര്യയെ വിവാഹത്തിന് മുന്നോടി ഒരു തമാശ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ദർശനം കണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വേല ചെയ്യുന്നു. ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ല. എന്റെ ആത്മീയ പിതാവിന് താല്പര്യം, ഇഷ്ടപ്പെടാത്ത, ഒരിക്കലും സമ്മതിക്കാത്ത അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചു ഞങ്ങളുടെ വിവാഹം.
അത് കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞ് മുമ്പോട്ട് പോട്ടെ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോട്ടെ. വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ വൈഫ് പ്രഗ്നന്റ് ആയി. ഇങ്ങനെ അടുത്ത ഭരതന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. 7 മാസം വരെ അവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ തട്ടി തലോടിയൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ചലനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 7-ാം മാസമായിട്ടും വയറിനൊരു വളർച്ചയില്ലായാൽ SAT കൊണ്ടുവന്ന് വിദഗ്ധ ചെക്കപ്പിന് വിധേയമാക്കിയപ്പോൾ 3-ാം മാസത്തിൽ അബോർഷനായി. 7 മാസമായിട്ട് പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ വൈഫിനെ കിട്ടിയത്, അതായത് ഈ കറിച്ചട്ടിയിൽ മീൻകറിയൊക്കെ കരി പിടിച്ചിരുന്ന് അകത്ത് എന്താണ് ചൂട് അതിന്റെ ആധിക്യം കൊണ്ട് അടിയിരിക്കുമല്ലോ, അതേപോലെ ഇത് ഫംഗസ് ആയി ഗർഭപാത്രത്തിൽ ചുരണ്ടിയാണ് ഇളക്കിയത്. അപ്പൊ നമ്മളെ ശുശ്രൂഷയിലൂടെ ഇവിടെ ഭയങ്കര, കാരണം ഈ നാട്ടിൽ ഞാൻ വരുമ്പോൾ ഒത്തിരി പെന്തക്കോസ്ത് സഭകൾ, അതാ പലരും ഒരുപാട് പേര് നടന്നു പോകുന്ന വഴി ഒരു നെല്ലി നിൽക്കുന്ന ആരും കാപറിക്കുന്നില്ല. ചർച്ചക്കോട് സഭയുണ്ട്, AG സഭയുണ്ട്, പിന്നെ കത്തോലിക്ക സഭയുണ്ട്, CSA ഉണ്ട്, സെവന്തര ഉണ്ട്, ഒത്തിരി ചർച്ചകൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ അവിടെ എല്ലാം പാരമ്പര്യ ക്രിസ്ത്യൻസേ ഉള്ളൂ. ആര് പുതുതായിട്ട് അക്രൈസ്തവരിൽ നിന്ന് വിശ്വാസത്തിൽ വരത്തില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ കൊലക്കൊമ്പന്മാര് കാരണം, ഇവിടുത്തെ മതഭ്രാന്തന്മാര് കാരണം സ്വന്തം അമ്മയെ പോലും ചവിട്ടിക്കൊല്ലുന്നവരാണ്. അവർക്ക് കൊലപാതകത്തിന് പ്രത്യേക ആയുധങ്ങളൊന്നും വേണ്ട. സോഡാ കുപ്പി തല്ലിപ്പൊട്ടിക്കുക, കുത്തിക്കൊല്ലുക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട ചവിട്ടി ഓടിച്ച് കുത്തിക്കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ളതായ ഞങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമായിരുന്നു ഭരതന്നൂർ. നീതിമാന്റെ അനുഗ്രഹത്താൽ പട്ടണം അഭ്യുദായം വഹിക്കുന്നു എന്ന വചനം പോലെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മാസം 31 തീയതി കൊണ്ട് 40 ആളുകളെങ്കിലും 15-നും 40-നും ഇടയ്ക്കുള്ള ഒരു ആത്മഹത്യ ചെയ്യുമായിരുന്നു. നിരന്തരം പ്രാർത്ഥിച്ച് ഈ ശാപം വിട്ടൊഴിയാൻ. ഇപ്പൊ അപൂർവമായിട്ട് ആത്മഹത്യ നടക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പെട്ടിക്കടകൾ മാത്രമേ ഉള്ളായിരുന്നു ഭരതന്നൂർ. ഞങ്ങൾ ഈ നാടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു പട്ടണമായി ഭരതന്നൂരിനെ ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, മക്കളില്ലാത്ത എത്രയോ പേർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തലമുറകളെ കൊടുക്കുന്നു, മാരക രോഗികളെ സൗഖ്യം. അങ്ങനെ ഈ ആളുകളെല്ലാം, 100 കണക്കിന് ആളുകൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ മറുവശം സുവിശേഷ വിരോധികൾ പല മേഖലയിൽ വെച്ച് എന്നെ വധിക്കാൻ ശ്രമിച്ചു. നിങ്ങളെല്ലാം നെറ്റ് സെർച്ച് ചെയ്താൽ മതി, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ സുമതി വളം എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ വെച്ച് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഞാൻ സഞ്ചരിക്കുന്ന ബൈക്കിൽ ലോറിയൊക്കെ വെച്ച് ഇടിച്ച് തെറിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് വന്ന് കൊല്ലാൻ മടിച്ചത് 10-40 വർഷം കൊണ്ട് എൻ്റെ വൈഫിന്റെ വീട്ടുകാർ ഇവിടെ താമസമായിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് കൊല്ലാനായിട്ട് അവർ കഴിയുന്നില്ല. അങ്ങനെ ഒളിഞ്ഞ് ഒക്കെ ഇരുന്ന് എന്നെ വധിക്കാനും കൊല്ലാനും അടിക്കാനും ഒക്കെ പലപ്പോഴും വളഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുന്നൊക്കെ ദാവീദിനെ ദൈവം ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച പോലെ ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ കുഞ്ഞ് നഷ്ടമായി. അങ്ങനെ എന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി. ഞാൻ തള്ളിക്കളഞ്ഞ ഒരു ഉപദേശം, ഞാൻ പറഞ്ഞല്ലോ എന്നെയൊക്കെ ഒറ്റിക്കൊടുക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ തള്ളിക്കളഞ്ഞ എന്റെ സമപ്രായക്കാരനായ ഒരു ഉപദേശി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ വൈഫിനെയും കൊണ്ട് SAT പോയിട്ട് ഈ മനുഷ്യനെ ഒന്ന് കാണാനായിട്ട് അവിടെ നിന്ന് കയറിയപ്പോഴത്തേന് ഈ സഹോദരൻ പറഞ്ഞു, സഹോദര, നിങ്ങളൊരു ഉപദേശി ആയിരിക്കെ തന്നെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. എന്റെ വചനം ശ്രദ്ധയോടെ കേട്ടാൽ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലം ശപിക്കപ്പെടുന്നെങ്കിൽ നീ ഒരു ഉപദേശി ആയിരിക്കും, നിന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, നീ അത് ഏറ്റു പറഞ്ഞു വീക്ഷിക്കും. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരാഴ്ച ഞാൻ സുഖമില്ലാതെ കടന്നു, കഴിഞ്ഞ 3 ദിവസം ഉപവാസത്തിലായിരുന്നു, ഞാൻ ബലഹീനനാണ്. ഞാൻ യോബേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ ഞാൻ 24 മണിക്കൂർ കണ്ണുനീരോടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും. ആദ്യത്തെ നഷ്ടപ്പെട്ടു, രണ്ടാമത് വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വൈഫ് പ്രഗ്നന്റ് ആയി, 2 മാസമായി, വീണ്ടും വയറുവേദന തുടങ്ങി. SAT കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനാണ് ഈ കുഞ്ഞിനെയും കിട്ടത്തില്ല. കാരണം വൈഫിന്റെ ഗർഭാശയത്തിൽ ഒരുതരം പശവശ പോലെ എന്തോ ഒരു ഐറ്റം രൂപപ്പെടുന്നു. ഈ ഉണ്ടാകുന്ന കുഞ്ഞിനെ എല്ലാം അതിങ്ങനെ പൊട്ടിച്ചു കളയും. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞിനെയും കിട്ടത്തില്ലെന്നോ. അങ്ങനെ ഞാൻ 24 മണിക്കൂർ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും ആയിരുന്നു. എൻ്റെ ഭാര്യയുടെ മാതാവിനെയും കൂടെ മെഡിക്കൽ കോളേജ് SAT പറഞ്ഞു വിട്ടു. 5 ടെസ്റ്റും 1 സ്കാനിങ്ങും, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇന്ന് ആ മോന് 20 വയസ്സ് കഴിഞ്ഞ് തട്ടത്തുമല എഞ്ചിനീയറിംഗ് കോളേജില് 2ാം വർഷ വിദ്യാർത്ഥിയായി. അവന്റെ പേര് അഭിഷിക്ത് എന്നാണ്. കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു കുഞ്ഞായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അടുത്ത കുഞ്ഞ് വരെ. മൂത്ത കുഞ്ഞിന് വേണ്ട വാത്സല്യം കിട്ടത്തില്ല. ഞാനും ഭാര്യയും കൂടെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞ്. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാ കുറച്ച് പോട്ടെ മുമ്പോട്ട്. 8 വർഷം കഴിഞ്ഞപ്പോഴാണ് മോളെ കിട്ടിയത്. മോള് അഫിയ മോള്, അതും ഭയങ്കര കംപ്ലൈന്റ് ആയി. 4-ാം മാസമായപ്പോൾ SAT അഡ്മിറ്റ് ആയി. 4 മാസം മുതൽ 8-ാം മാസത്തിലെ കുട്ടിയാണ്. 8-ാം മാസമായപ്പോൾ അവള് ജനിച്ചു. അവളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു പല്ലിക്കുഞ്ഞു പോലെ കറുത്തിരുണ്ട്, കൈക്കകത്ത് നമ്മുടെ കൈവെള്ളയിലിരിക്കും. എന്നാൽ അവൾക്ക് മുമ്പ് അവൾക്കൊപ്പം ജനിച്ച മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യവതിയായി.
അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദനായിരിക്കുന്ന ഈ അടുത്ത സമയത്താണ് 12 വയസ്സ് തികഞ്ഞത്. അപ്പൊ ഞങ്ങള് ദൈവിക ആലോചന പ്രകാരം ഞങ്ങൾ 2-7 വെച്ച് ഉപവസിച്ചു. 7 ഉപവസിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 21 ദൈവിക പ്രേരണയാൽ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1, അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ അഭിഷേകം പ്രാപിക്കണം. 2, അഭിഷേകം പ്രാപിച്ചവർ അഭിഷേക നിറവിലേക്ക് കടന്നു. അപ്പൊ മോൾക്ക് ഒന്നാമത്തെ ഉപവാസ പ്രാർത്ഥനയില് അവൾക്ക് സ്തോത്രം സെപ്റ്റംബർ മാസം 20-ാം തീയതി അവൾക്ക് 12 വയസ്സ് തികയും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വേറെ ആരൊക്കെയോ പ്രാർത്ഥിച്ചു, അവളെ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് 12-ാമത്തെ വയസ്സിൽ സെപ്റ്റംബർ മാസം 20-ാം തീയതി കർത്താവ് അന്യഭാഷ അടയാളത്തോടുകൂടി അവളെ അഭിഷേകം ചെയ്തു. ഈ സ്നാനം കഴിഞ്ഞാലുടൻ ആണ് അഭിഷേകം പ്രാപിച്ചവരെ പിന്നെ സ്നാനപ്പെടുത്താൻ ആരാ വിലക്കുന്നത്? ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാലുടൻ കർത്താവിനോട് ചേരുവാൻ താല്പര്യപ്പെടുക. ഇനി പ്രധാന ഭാഗങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ ഇങ്ങനെ വേല തുടങ്ങി, വീട്ടിലെ സഭയാണ്. ഒത്തിരി പ്രതികൂലങ്ങള്, പ്രതിസന്ധികളും ഒരുപാട് മേഖലയിൽ നമുക്ക് കൈത്താങ്ങലും ആശ്വാസവും ഒക്കെ തരേണ്ടേ. അനേക പാസ്റ്റേഴ്സും വിശ്വാസികളും ചോദിക്കും, പ്രഹ്ലാദൻ പാസ്റ്റർ എന്താണ് നിങ്ങൾക്ക് ഇത്രയും? നമ്മൾ ഒരു വശത്തൂടെ വിശുദ്ധിയുടെ നെറുകയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് ദൈവസഭ ഇങ്ങനെ പണിതുകൊണ്ട് വരുമ്പോൾ, മറുവശത്തൂടെ സാത്താൻ ദൈവീകതയിലായിരിക്കുന്ന വ്യക്തികളെ തന്നെ, അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയിലായിരിക്കുന്ന വ്യക്തികളെ തന്നെ മ്ലേച്ഛതയുടെ അങ്ങേയറ്റം പ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിച്ച് ഞങ്ങളെ കൂട്ടായ്മയെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം പീഡകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പീഡയിലൂടെ, മാനസിക വേദനയിലൂടെ, പല രാത്രികളിലും എനിക്കും വൈഫിനും ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ക്രൂരമായ ശോധനയിലൂടെ, വേദനയിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയി. അങ്ങനെ സ്തോത്രം, നമുക്ക് ആശ്വാസമായിരിക്കേണ്ട സഹോദരങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു 2013 സ്തോത്രം 2013 സ്തോത്രം 11-ാം മാസം 8-ാം തീയതി അതിന്റെ തലയാഴ്ച കർത്താവ് എനിക്ക് ദർശനം നൽകി. ഞാൻ നിനക്ക് വിശാലത വരുത്താൻ പോവുകയാണ്. അപ്പോ വിശാലത വരുത്താൻ പോകുന്നെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ച ചർച്ച നടന്നു. സ്ഥലത്തെ RSS നേതൃത്വവും പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികാരികളും കൂടെ വന്ന്, ഇത് പള്ളിയല്ല, നിയമപ്രകാരമുള്ള പള്ളിയല്ല, ന്യൂ ഇന്ത്യയുടെ ഒരു വീട്ടിലെ സഭയാണ്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ന്യൂ ഇന്ത്യയിലെ 2 സെന്ററിന്റെ ക്യാഷ്യർ, 1 സെന്ററിന്റെ സെക്രട്ടറിയാണ്. നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ സ്തോത്രം തമിഴ്നാട്ടിലെ ആ ബോർഡറിലുള്ള കന്യാകുമാരി, ഈ 2 സെന്ററിന്റെ. പ്രിയപ്പെട്ടവരെ, ചർച്ച അടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ദൈവമക്കളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് സൗകര്യമുള്ള ചർച്ചകളിലേക്ക് പോവുക, ദൈവം തമ്പുരാൻ നമുക്കൊരു. അപ്പൊ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയത്തില്ല. ഞാൻ ഈ ന്യൂ ഇന്ത്യയിലെ ദൈവം തമ്പുരാൻ വിശ്വസ്തയോടെ നിർത്തിയിരുന്നത് കൊണ്ട് പല സഭകളും ചർച്ച ഓഫർ ചെയ്തു. വീട്ടിലെ സഭയായതുകൊണ്ട് അവർക്കൊന്നും ഞാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് ദർശനം ഉള്ളതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകാനും കഴിയത്തില്ല. ഞാൻ ആദ്യം വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചർച്ചകളിൽ പോകാം. കുറച്ചു പേരൊക്കെ പോയി, കുറച്ചു പേര് നിന്നു. അങ്ങനെ ആയപ്പോഴത്തേന് കർത്താവ് എനിക്കൊരു പ്രത്യേക ആലോചന തന്നിട്ട്, രാവിലെ 5:30 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9:30 മണിക്കാണ് സൺഡേ ആരാധന തീരുന്നത്. 2 കുടുംബം, 5 കുടുംബം, 8 കുടുംബമായിട്ട് 50 കിലോമീറ്റർ ചുറ്റളവിൽ ആരാധന നടന്നു. ഞാൻ ഈ ചർച്ച ഏറ്റെടുക്കുമ്പോൾ ദൈവത്തോട് ചെയ്ത ഒരു ഡിമാൻഡുണ്ട്. കർത്താവ്, ഞാൻ സഭാ ശുശ്രൂഷ നിന്റെ നിർബന്ധത്താ ചെയ്യാം. അപ്പൊ പോൾ യോങ്കിച്ചോയ്ക്ക് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് 10 ലക്ഷം വിശ്വാസികളുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ഭരതന്നൂരിൽ 1 ലക്ഷം വിശ്വാസികളെ, 1 ലക്ഷം വിശ്വാസികളുള്ള ചർച്ച കേരളത്തിലുണ്ടെന്നൊക്കെ. അപ്പൊ 1 ലക്ഷം വിശ്വാസി, കോടിക്കണക്കിന്. ഇന്ത്യയിലാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ, ഇല്ലേ? ജനങ്ങൾ കൂടുതൽ ഇന്ത്യയിലാണ്. ഇത്രയും കോടികൾ മക്കളുള്ള കർത്താവിന് ഈ 1 കോടി 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ചർച്ചിന്റെ ഓപ്പണിംഗിൽ നിന്ന് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, റോമർ 8:25 വായിക്കാൻ പറഞ്ഞു. അവിടെ എന്താ കാണുന്നത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിൽ ക്ഷമയോടെ അതിനായി കാത്തിരിക്കും. നീണ്ട 25 വർഷം അബ്രഹാം കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാല് കാണും. ഞാൻ ഏതാണ്ട് 25 വർഷം കൊണ്ട് എനിക്ക് കർത്താവ് ദർശനം തന്ന സഭയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഏതാണ്ട് 100-300 പരം പേരെ ഇതിനകം വെച്ച് വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് കൃപ ചെയ്തു. വിവിധമായ പീഡകൾ 4 ഘട്ടങ്ങളിലാണ് സഭയ്ക്ക് പീഡയുണ്ടായത്. പലരും പല ചർച്ചകളിൽ, കുറച്ചു പേര് ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനെ ആയിരിക്കുന്നു. എന്നാൽ വലുതും വിശാലവുമായ ഒരു വളർച്ച നമ്മുടെ മുമ്പിൽ സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഞങ്ങള് ഈ ചർച്ച അടയപ്പെട്ടതിന്റെ ഫലമായിട്ട് ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മൾ ആരാധിച്ചു വരുന്നത്. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുറച്ച് 1-2 അനുഭവങ്ങളൂടെ ഞാൻ പറയട്ടെ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിസാര വിഷയങ്ങളുള്ള ബന്ധത്തിൽ പാസ്റ്ററോട് പിണങ്ങി, അല്ലെങ്കിൽ ചർച്ചുമായിട്ട് ഇടർച്ചയാക്കി, ഇങ്ങനെ പള്ളി മാറി പോകുന്ന വിശ്വാസികളെ ഞാൻ കണ്ടുണ്ട്.
ഇന്നും എനിക്ക് ഒറ്റ ആത്മീയ പിതാവേ ഉള്ളൂ. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഉണ്ടെങ്കിൽ ആത്മീയ പിതാവായിട്ട് ഞാൻ ഒരുവനേ ഉള്ളൂ. എനിക്ക് ഇന്നും ഒരു ആത്മീയ പിതാവേ ഉള്ളൂ. ഞാൻ എൻ്റെ പാർശ്വമായിട്ടോ സഭയുമായിട്ടോ ഇടർച്ചകളില്ല. ഞങ്ങൾ ഇന്നും സ്നേഹത്തോടെ അപ്പനും മക്കളും എന്നതുപോലെ ആയിരിക്കുന്നു. രണ്ടാമത് ഞാൻ കണ്ട ഏറ്റവും വലിയ മോശമായ ഒരു പ്രവണത, ഞാൻ ന്യൂ ഇന്ത്യയിലെ ദർശന പ്രകാരം 9 വർഷമായിരുന്നു. ന്യൂ ഇന്ത്യയിൽ കയറിയപ്പോഴത്തേന് ഞാൻ എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവദാസനെ ദൈവം അയച്ചിട്ട് ഞാൻ ഈ സംഘടനയിൽ വന്നു. കർത്താവ് പറയാതെ ഞാൻ ഇതിനകത്തുനിന്ന് പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ. സാമ്പത്തികം നോക്കിയോ അല്ലെങ്കിൽ സഭാ നേതൃത്വം ശാസിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുമ്പോൾ ഈ ജാതികളെ പോലെ സഭ വിട്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ദൈവസന്നിധിയിൽ നീതിയല്ല എന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ കാലങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ 1-2 അനുഭവങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കോവിഡ് കാലമായപ്പോഴത്തേക്ക് നമുക്ക് സാനിറ്റൈസറും ഈ മാസ്കും ഒന്നും കിട്ടാനായിട്ട് ദുർലഭമായിരിക്കുന്ന ഒരു സമയം തുടക്കത്തിൽ. അങ്ങനെ ഞാൻ എവിടുന്നോ ഏതൊക്കെയോ നാടുകളിൽ സഞ്ചരിച്ച് ഒരു സാനിറ്റൈസർ സംഘടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും. ഇതങ്ങ് ലീക്കായി എന്റെ കാലിലെല്ലാം എന്റെ ഇതങ്ങ്. അപ്പൊ കർത്താവ് പറഞ്ഞത് ദൂരെ കളയണമെന്ന്. ഞാൻ എടുത്ത് ദൂരെ. എന്റെ വീട്ടിന് ചുറ്റും, ഞാൻ താമസിച്ച പള്ളിക്ക് ചുറ്റും ഒരു വീട്ടിൽ തന്നെ 3 പ്രാവശ്യം കോവിഡ് വന്നു. ദൈവം വിശ്വസ്തൻ. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ കോവിഡ് വരാതെ കർത്താവ്. അടുത്തത്, ഒരു സഹോദരി കുവൈറ്റ് ഹെഡ് നേഴ്സാണ്. അവർക്ക് വിദേശത്ത് തിരിച്ചു പോകണം. ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം കോവിഡ് തീവ്രമായ അവസ്ഥയിലാണ്. എന്നെ ഇവർ വിളിച്ച് പാസ്റ്ററെ വന്നൊന്ന് പ്രാർത്ഥിക്കുമോ. കോവിഡ് പേടിച്ച് എത്രയോ പാസ്റ്റേഴ്സൊക്കെ മരിച്ചുപോയി. ഞാൻ എൻ്റെ വിശുദ്ധിയോ മറ്റു മഹിമയോ പറയല്ല, ദൈവം എന്നെ സൂക്ഷിച്ചു, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിച്ചു, കർത്താവെ പോണോ? അപ്പം കർത്താവ് പറഞ്ഞു 114 സങ്കീർത്തനം വായിക്കാൻ. ഇസ്രായേലിന്റെയും ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വരവിലെ കുന്നുകളും പർവ്വതങ്ങളും എല്ലാം തുള്ളിച്ചാടി മാറിപ്പോവുകയാണ്. കാരണം പ്രമാണമുള്ളവന്റെ മുമ്പിൽ ഒരു പ്രതികൂലവും നിൽക്കത്തില്ല. ഞാൻ പോയി പ്രാർത്ഥിച്ചു. അവരിൽ നിന്ന് കോവിഡ് അപ്രത്യക്ഷമായി. അന്ന് തന്നെ അവർ വിദേശത്ത് കടന്നുപോയി. ദൈവം സംരക്ഷിച്ച യഹോവ പട്ടണം കാക്കാൻ, ഞാൻ നേരത്തെ വായിച്ചല്ലോ, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരെ വൃഥാ കാവൽ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്ത് വീണ്ടും ദൈവശബ്ദം ഞാൻ കേൾക്കുക. അന്ന് 80ഓളം വിശ്വാസികളുണ്ട് എൻ്റെ ചർച്ചിൽ. ഒരു ചർച്ചിൽ എല്ലാ കാലഘട്ടത്തിലും എനിക്ക് 2-3 ചർച്ചകൾ ദൈവം എനിക്ക് തന്നിരിക്കും. ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ 80ഓളം വിശ്വാസികളുണ്ട്. 1-2 ആഴ്ചയായിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് വിശേഷം ചോദിക്കുന്നതല്ല, ഒറ്റ വിശ്വാസികൾ പാസ്റ്റർ അവിടെ ഉണ്ടോന്ന് പോലും ചോദിക്കുന്നില്ല. നമുക്ക് വിഷമം വരും. ഞാൻ ഇങ്ങനെ പുൽപ്പെട്ടിൽ ഇങ്ങനെ ഇരുന്ന് വേദനയോടിരിക്കുമ്പോൾ ഒരു അശരീരി ഞാൻ കേൾക്കുകയാണ്. ഞാൻ നിനക്കായി കരുതും. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന അപ്പനെ പറ്റി ഞാൻ പറയട്ടെ. 80ഓളം മെമ്പേഴ്സ് വന്നുകൊണ്ടിരുന്ന ചർച്ചിൽ 3 വർഷമായിട്ട് ഒരു കക്കൂസ് ഉപയോഗശൂന്യമായി, ഈച്ച ശല്യം കാരണം വീടോ കതകോ ഒന്നും തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എല്ലാം നിർധനരായിരുന്നതുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് 1.5 ലക്ഷം രൂപയ്ക്ക് 2 കക്കൂസ് പണിതു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ കൂലി 200 രൂപ. ഞങ്ങൾക്കൊരു കാറിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്ത് വിദേശത്ത്, അപ്പൊ ഓൺലൈൻ പ്രയർ തുടങ്ങി. വിദേശത്തുള്ള ഒരു ദൈവ പൈതല് ഒരു പ്രാർത്ഥനയിലൂടെ വിടുതല കിട്ടിയിട്ട് 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ദയവായിട്ട് പാസ്റ്റർ ഒന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഒരു പുതിയ കാറുണ്ട്. അപ്പൊ എനിക്ക് മൈക്ക് സെറ്റ് ഇല്ല. അപ്പൊ ഒരു സഹോദരനാണെങ്കിൽ ഹോം തിയേറ്റർ നമുക്ക് അവിടെ ചർച്ചിൽ പാട്ടിന് അവനൊക്കെ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോയി. എന്നാൽ എനിക്ക് വേദന വന്നു. കർത്താവ്, നമുക്ക് ചർച്ചിലൊരു മൈക്ക് സെറ്റ് ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞു 50,000 രൂപയുടെ സെറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. കോവിഡ് കാലത്താ ഞാൻ 50,000 രൂപയുടെ സെറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു 10,000 രൂപ ഒരാൾ തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വിളിച്ച്, പാസ്റ്റർ പൈസ ആയോ? ഞാൻ പറഞ്ഞു 10,000 ആയുള്ളൂ. ഇനി ആരോടും ചോദിക്കരുത്, 40,000 ദാ വരുന്നു. കോവിഡ് കാലം തുടങ്ങി. ഈ നാരങ്ങ ഇല ഇങ്ങനെ ഞെരടുമ്പോഴാണ് അതിന്റെ സുഗന്ധം വർദ്ധിക്കുന്നത്. മുല്ലപ്പൂ ഞെരടുമ്പോഴാണ് അതിന്റെ സുഗന്ധം വർദ്ധിക്കുന്നത്. പ്രതികൂലം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സഭാ സംഘടന വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ അനേക സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ആർദ്ര കരുണ ചെയ്യും. ജാതിയോ മതവും നോക്കത്തില്ല, അർഹരായവരാരാ. അങ്ങനെ അനേക കുഞ്ഞുങ്ങളെ, അനേക സ്ത്രീകളെ, അനേക നിർധനരെ വിവിധ നിലകളിൽ ഹെൽപ്പ് ചെയ്യുവാൻ അനേകർ മുഖാന്തരം അന്നും ഇന്നും സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടേയിരിക്കും. കൂടാതെ കുറെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനിടയാക്കും. ഈ നാട്ടിൽ ഇന്ന് എന്നോട് വിരോധമുള്ളത്
മതഭ്രാന്തന്മാരൊഴിച്ചു ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ നാട്ടുകാരും പ്രഹ്ലാദൻ പ്രിയപ്പെട്ടവനായി തീരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ പുച്ഛിക്കും, ആദ്യം നമ്മളെ തള്ളിക്കളയും, ആദ്യം നമ്മളെ കല്ലെറിയും, പിന്നീട് അവർ നമ്മളോട് ചേർന്ന് നിൽക്കും കേട്ടോ. അതുകൊണ്ട് ആദ്യം അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഒക്കെ അനുഭവം അങ്ങനെ അല്ലേ? ആദ്യം അവരായിരുന്ന ദേശത്തെ ജാതികളൊക്കെ അവരെ തള്ളിപ്പറഞ്ഞു, അല്ലെ ഓടിച്ചു കളയാൻ ശ്രമിച്ചു. അവർ കുഴിച്ച കിണറിലൊക്കെ കല്ലും മണ്ണും ഒക്കെ വാരിയിട്ടു. പക്ഷെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു. അതെ, മാതൃകാപരമായി ജീവിച്ചാൽ, സാക്ഷ്യമുള്ളവരായി ജീവിച്ചാൽ, ദൈവമക്കളെ ഇന്ന് നിന്ദിക്കുന്നവർ നാളെ മാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്തോത്രം, ഈ നാളുകളിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അന്ന് മുതൽ ഇന്നയോളം ഞങ്ങൾക്ക് ഓൺലൈൻ പ്രെയർ ഉണ്ട്. 5 സ്തോത്രം ടൈമിലായിട്ട്, ഞങ്ങൾ ഒരു ദിവസം 5 ടൈമിലായിട്ട് ഞങ്ങൾക്ക് ഓൺലൈൻ പ്രെയർ, വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്ന അനേക ദൈവമക്കൾ കൂടി വന്ന് അനേക വിടുതലുകളും നന്മകളും ഒക്കെ പ്രാപിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ വിവിധ നിലകളിലുള്ളതായ ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത ചർച്ച്, അതുപോലെ തന്നെ അതിശ്രേഷ്ഠവും വിശാലവുമായ ശുശ്രൂഷ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം എത്രത്തോളം ശ്രേഷ്ഠമെന്ന് ജാതികൾ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ളതായ മഹാത്ഭുതകരമായ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ സമർപ്പിക്കുന്നവരുടെ ദൈവാത്മാവ് ചെയ്യുമെന്ന് വാഗ്ദത്തമുണ്ട്. അത് നമ്മളിലൂടെ ഓരോരുത്തരുടെ ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിന് കാരണമായി തീർന്നത് എനിക്ക് പരിചയമുള്ള ബാംഗ്ലൂരിലുള്ള സിജി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഈ മാധ്യമത്തെ നമ്മുടെ ബീന തോമസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തി. ആ ദൈവദാസിയോടും അതുപോലെ കർത്താവിന്റെ ദാസി ബീന തോമസിനോടും എന്റെ സാക്ഷ്യം കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. വഴിയൊരുക്കുമാവേനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ. വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി. ഹല്ലേലൂയ. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്ററെ. ഹല്ലേലൂയ. ഇത്ര അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാനിടയായി. ഞാൻ ചിന്തിക്കുക, ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെ ആക്കി തീർക്കുവാൻ ദുഷ്ടനായവൻ പരിശ്രമിച്ച വേളകളിലും ചാരുവാനും ആശ്രയിക്കുവാനും ഒരിടമായ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ഒടിഞ്ഞ ചിറകുകൾക്ക് ബലം നൽകി മേൽക്കുമേൽ ബലപ്പെടുവാൻ, കൃപ ഏറ്റെടുക്കുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ വലിയവനായ ദൈവം കർത്തദാസനെ അനുഗ്രഹിച്ചല്ലോ. ആമേൻ. ഇന്ന് ഈ സമയക്കാലം പരിശുദ്ധാത്മാവ് പറയാ, വാക്കു പറഞ്ഞവൻ മാറത്തില്ല. വിളിച്ചിറക്കിയവൻ വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്.
ഹല്ലേലൂയ. ഇന്നും ആ വാഗ്ദത്ത വചനത്തിന് മാറ്റമില്ല. കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം, ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന്റെ വലിയ സാന്നിധ്യം എത്രമാത്രം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് വരെ ദൈവം നടത്തി. ഹല്ലേലൂയ. 2 ആരാധനകളല്ല, ഇനിയും ആരാധനകൾ ആമേൻ കർത്താവ് നടത്തുവാൻ വിശാലത തന്ന് മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. പൊളിയൊങ്കിച്ചോ വിശ്വാസത്താൽ തുടങ്ങിയതിനെ ദൈവം വർദ്ധിപ്പിച്ചു എങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുകയാണ്, മോശ ഒന്നുമില്ലാതെ തുടങ്ങിയിടത്ത് 1,00,000-ലധികം പേരെയാണ് താൻ നടത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മെയും കരങ്ങളിൽ വഹിക്കുവാൻ, ഉപയോഗിക്കുവാൻ എന്റെ ദൈവം വിശ്വസന. ഹല്ലേലൂയ. ആമേൻ. കർത്തദാസൻ ഒരു വാക്ക് ഇതിന്റെ അകത്ത് ആമേൻ പറഞ്ഞത് എനിക്ക് വളരെ എന്റെ ഹൃദയത്തെ ഹടതാകർഷിക്കാൻ തക്കവണ്ണം ഇടയായി. ജീവിതം എറിഞ്ഞു കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതെ, ഒരു പന്ത് പോലെ എറിഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ആമേൻ നമ്മുടെ ജീവിതം ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഇടയാകത്തുള്ളൂ. ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ തിരിച്ച് ഉടയവന്റെ കയ്യിലേക്ക് വരും. ഹല്ലേലൂയ. ഉടയവൻ അറിയാം നമ്മളെ കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ, പ്രതികൂലത്തിലൂടെ കടത്തിവിടുമ്പോൾ, പ്രശ്നത്തിലൂടെ കടത്തിവിടുമ്പോൾ നാം എപ്രകാരമായി തീരുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സാക്ഷ്യം കേട്ട പ്രിയ പ്രേക്ഷകരോടും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിഭിന്നങ്ങളായ അനുഭവങ്ങളാണ് കർത്താവ് നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിഭിന്നങ്ങളായ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ അനുഭവമല്ല മറ്റൊരു വ്യക്തിക്ക്. കർത്താവ് കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിച്ച് അവനവനെ കൊണ്ട് അവനവന്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം തനിക്ക് കരത്തിനിണങ്ങിയ പാത്രങ്ങളാക്കി ഉപയോഗിക്കുന്നു. ഒരു കുശവൻ കയ്യിൽ കളിമണ്ണെടുത്തിട്ട് അതിനെ തനിക്ക് ബോധിച്ച ഒരു പാത്രമാക്കി മാറ്റുന്നത് പോലെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ ആക്കി തീർത്തുകൊണ്ടിരിക്കുക. ആകയാൽ അവന്റെ ഇഷ്ടത്തിന് ഇണങ്ങിയ ഒരായുധമായി ഉപയോഗിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്തദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനിയും കർത്തദാസൻ അനേക സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ ഉണ്ടെങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിമിതിയാൽ കർത്തദാസൻ ഇവിടെ സാക്ഷ്യം അവസാനിപ്പിച്ചുവെങ്കിലും തന്റെ ദാസന്റെ സാക്ഷ്യം അവസാനിക്കുന്നില്ല. ഇനിയും അനേക ആയിരങ്ങൾക്ക് ഒരാശ്വാസവും തണലുമായി അനേക ഇടങ്ങളിൽ, അനേക സ്റ്റേജുകളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനെ കരങ്ങളിൽ വഹിച്ച് ഇത്രത്തോളം നിർത്തിയല്ലോ. ഈ ഉപവാസത്തിന്റെ 11ാമത്തെ ദിവസക്കാലം അതിശക്തമായി കർത്താവ് ഉപയോഗിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തന്റെ ഉപവാസം പൂർത്തീകരിക്കുമ്പോഴേയും ദൈവകൃപ കൂടെ ഇരിക്കണമേ കർത്താവേ. ഇന്ന് ഈ പകൽക്കാലത്ത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒത്തുചേർന്ന് അങ്ങയുടെ അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ ദൈവനാമത്തെ ഉയർത്തുവാൻ ആമേൻ നല്ല ആഗ്രഹത്തോടെ അങ്ങയുടെ വേല തുടങ്ങിയെങ്കിൽ ആമേൻ കർത്താവെ, അങ്ങയുടെ നാൾ തികയ്ക്കും വരെയും അതിശക്തമായി കരങ്ങൾ വഹിക്കുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തദാസിക്കായി സ്തോത്രം. തലമുറകളെ അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആ പൈതങ്ങളെയും അവരുടെ വിദ്യാഭ്യാസത്തെയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. ഇന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ഈ സാക്ഷ്യം തുടർന്ന് യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിന് ഈ സാക്ഷ്യം ഏറെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ പിന്നെയും സുവിശേഷ വേലയ്ക്ക് ഒരു കൈത്താങ്ങലായി മാറുവാനും സുവിശേഷീകരണത്തിൽ മുൻതൂക്കം കൊടുക്കുന്നതിന് കാരണമായും മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അപ്രകാരം ചെയ്യും വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. മറാനാഥ.